ശ്രീ മഹാലക്ഷ്മി പരിപാലികയേ ശ്രീ മഹാലക്ഷ്മി ലളിതാംഗേ ശുഭേ ശ്രീ മഹാലക്ഷ്മി പരിപാലകയേ ശ്രീ മഹാലക്ഷ്മി. സൂരി, ആരതി ഒഴിഞ്ഞു കഴിഞ്ഞില്ലേ? നടക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? നോട്ടൊക്കെ അങ്ങോട്ട് ചെല്ലു. ആരതി എടുത്തോളൂ റാം. What? Are you okay എന്നാ ചോദിച്ചേ? Yeah. ആരതി എടുത്തോളൂ. സീത മാഡം, സാരിയിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാരി സീതയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാൻ നോക്കട്ടെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവളുടെ മേലൊരു ഇമോഷനും ഇല്ലെന്ന അർത്ഥം. അഥവാ പറയാൻ പറ്റുന്നില്ലെന്ന് വെച്ചോ. താങ്ക് യു. എന്റെ മകളോടാ താങ്ക്സ് പറയേണ്ടത്. അവളാ രാവിലെ വാശി പിടിച്ച് എന്നെ കൊണ്ട് ഈ സാരി ഉടുപ്പിച്ചത്. എന്നാ മോളോട് ഞങ്ങളെല്ലാം താങ്ക്സ് പറഞ്ഞേക്കണേ. അതുപോലെ ഒന്ന് ഒഴിഞ്ഞിടാൻ പറ. താങ്ക് യു. എന്തു പറ്റി? വിളക്കില് ഇത് വിളക്കല്ല, ആരതിയാ. കുങ്കുമം തൊട്ടോ. ഇതെന്താ ഇത്? അകത്താരെങ്കിലും ഉണ്ടോ? അകത്തേക്ക് വന്നോട്ടെ. ഓ, മോനായിരുന്നോ? വാ മോനെ, അകത്തേക്ക് വാ. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല, കേറി വാ. ശരി അമ്മ. ഞാൻ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയില്ലല്ലോ അല്ലേ? അയ്യോ, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ മോൻ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കൂ. ആ, വയസ്സായവരെ കാണാൻ അങ്ങനെ ആരും വരൂല. ആരെങ്കിലും വന്ന സന്തോഷാവും. ഇതിപ്പോ മോനല്ലേ വന്നത്, അപ്പൊ ഇരട്ടി സന്തോഷായി. എനിക്കാണെങ്കിൽ പ്രായമുള്ളവരോട് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആരുമില്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാവും. അതുകൊണ്ടാ എന്റെ ക്ലയൻസിനെ എല്ലാം എന്റെ കുടുംബത്തിലുള്ളവരെ പോലെ കാണുന്നത്. ആഘോഷമൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാവരും ഒന്ന് പോയി കാണാമല്ലോ. ഇപ്പോഴാ എല്ലാരും പോയിട്ടൊന്ന് കാണുന്നത് തന്നെ. ഈ അപ്പാർട്ട്മെന്റിലും നിനക്ക് ക്ലയൻസ് ഒക്കെ ഉണ്ടോ? കുറച്ച് പുതിയ ക്ലയൻസ്. അമ്മേ, അമ്മേ,
ദാ ഇത് വാങ്ങിക്കേ. വേണ്ട മോനെ, ഇതെല്ലാം എന്തിനാ? വാങ്ങിക്കോ അമ്മേ. ഇതെന്താ മോനെ, ഗിഫ്റ്റ് പോലെയുണ്ടല്ലോ. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? വേണ്ടെന്ന് പറയരുത്. ദയവ് ചെയ്തത് വാങ്ങണം. എനിക്ക് മറ്റാരുമില്ല. ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കുന്നതിൽ എന്ത് സന്തോഷമുള്ളത്? ഒരുമിച്ചുള്ളപ്പോഴല്ലേ ആഘോഷമൊക്കെ, അല്ലേ? എന്നെപ്പോലൊരു ലോയർ വീട്ടിലേക്ക് വന്ന ഇവൻ എന്തിനാ വന്നതെന്നൊന്ന് ആലോചിച്ചു പോവില്ലേ? അനാഥനായ എനിക്ക് സ്നേഹവും കെയറിങ്ങും കിട്ടിയാൽ മതിയെന്ന് കാത്തിരിക്കുക ഞാൻ. ഈ അനാഥന്റെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത്, ഒരാൾക്ക് പോലും ഉണ്ടാവരുത്. അയ്യോ, ഞാനെന്താ ഇങ്ങനെ എന്റെ വിഷമം നിങ്ങളോട് പറഞ്ഞ് വെറുതെ നിങ്ങളെ കൂടെ വിഷമിപ്പിക്കാൻ? സോറി. ദസറയല്ലേ, വെറുതെ ഒന്ന് വിഷ് ചെയ്ത് പോവാന്ന് കരുതി വന്നതാ. പക്ഷേ സീതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കില്ലെന്ന് തോന്നുന്നു. എന്താ മോനിപ്പ അങ്ങനെ പറയുന്നേ? അവരെന്റെ ക്ലയന്റ് മാത്രമായിരുന്നെങ്കിൽ അവർക്കും ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. പക്ഷേ ഞാൻ അവരെ പരിചയപ്പെട്ടത് മറ്റൊരു രീതിയിലല്ല അമ്മേ. ഇനി ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് കൂടെ കൊടുത്താൽ അവരെന്താ കരുതുക എന്നറിയില്ല. സാരമില്ല, പോട്ടെ. സീതയെ കാണുമ്പോ ഞാൻ വിഷ് ചെയ്തോളാം. ദാശവ, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് നീയുടെ ഫോട്ടോ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഏയ് നോക്ക്, എന്റെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ പേരക്കുട്ടിയുടെ ബയോഗ്രഫി തന്നെ ചേഞ്ച് ചെയ്യും. ഈശ്വര, ഇവർ രണ്ടുപേരും ഇത്രയ്ക്ക് ക്ലോസ് ആയിരുന്നോടാ? ക്ലോസ് ഒക്കെ തന്നെയാണ്, ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, അതാ പ്രശ്നം. പിന്നെ നമ്മളൊക്കെ എന്തിനാടാ ദസറയ്ക്ക് രണ്ട് മിഠായി നിന്ന് വായിൽ വിരലിട്ട് നടക്കാനാ? നമ്മള് രണ്ടുപേരും അയ്യോ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒന്നാക്കുന്ന ജോലിക്കൊന്നും നിൽക്കണ്ട. അതെന്താ? അതുകൊണ്ടാ നിങ്ങളോടൊന്നും പറയാത്തത്. ഇപ്പൊ അല്ലേ സ്പാർക്ക് അടിച്ചത്, അത് വെള്ളം ഒഴിച്ച് കിടത്തിയേക്ക്. ആ സ്പാർക്ക് ഒന്നുകൂടി ആളി കത്തിക്കണ്ടേ? അതൊക്കെ താനെ ആയിക്കോളും. ഇല്ലെങ്കില് അന്നൊരിക്കൽ കോർമംഗലയിൽ ഉണ്ടായില്ലേ, ബും, അങ്ങനെ ആയിക്കോളും. നിങ്ങൾ വാക്കന്നേ. എന്ത് വാക്ക്? ഇക്കാര്യൊന്നും എല്ലാവരുടെ അടുത്ത് ആകാശവാണി പോലെ പറയില്ല. അതിന് വേറെ ആരെവിടെ ഉള്ളേ? ഇത് നല്ല കഥയായി പോയി. എനിക്കാകെ എന്റെ പേരക്കുട്ടിയുടെ ജീവിതം നല്ല സുന്ദരായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ വാക്ക് തന്നെ. ശ്രീരാമൻ അവനായിട്ട് തന്നെ വന്ന് എനിക്ക് സീതയെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ നിങ്ങൾ അവന് ടൈം കൊടുക്കുമെന്ന്. അതിന് എപ്പോഴാ? ഭഗവാൻ അറിയാം, കാത്തിരിക്ക്. ബോറടിക്കണ്ടാ? എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട്. ഏയ്, നിങ്ങളെന്തോ സ്പെഷ്യൽ പീസ് പോലെ കളിക്കണ്ട. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായില്ലേ? അവനെതിരെ ടൈം കൊടുക്ക്. ശരി ശരി, ആ ആയിക്കോട്ടെ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക സൂരി. അവരുടെ മേലെ മറ്റാരുടെയും ദൃഷ്ടി പതിയാതിരിക്കാനാ. ശരി ശരി, ആന്ന് പറഞ്ഞില്ലടാ. നിങ്ങൾക്കൊരു ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെന്ന് കരുതിയ തെളിവ് സഹിതം കാണിച്ചത് ഓക്കെ അല്ലേ? കാണിച്ചില്ലേ കുഴപ്പമില്ലായിരുന്നു. ഇനി ഞാൻ എങ്ങനെ ഇത് മറച്ചു വെക്കണത്? ധൃതി കാണിക്കല്ലേ സൂരി. റാം തന്നെ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് മുത്തശ്ശ ഐ ലവ് സീത എന്ന് എന്തായാലും പറയും. എത്രയും പെട്ടെന്ന് ആയാ മതിയായിരുന്നു. എന്റെ കുട്ടിയുണ്ടല്ലോ, നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അതാ എന്റെ വലിയ സന്തോഷം. അച്ഛനും അമ്മയും ആരായിക്കോട്ടെ, നമുക്ക് സമായിരിക്കണമെന്നൊന്നും എനിക്കില്ല. രാമന് അവളെ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്കത് മതി. ഇത്ര പെട്ടെന്ന് അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട, കാത്തിരിക്ക്. ഓ, മനസ്സിലായി. അവൻ പോയി അവളുടെ അച്ഛനും അമ്മയും സമ്മതിപ്പിക്കുന്നവരല്ലേ? റാം ആരാ, അവന്റെ വീടും കാര്യങ്ങളൊക്കെ എന്താന്ന് സീതയോടൊന്ന് പറയണം. ഈ വലിയ കാര്യത്തിന് ഇത് ആദ്യ പടി. അച്ഛാ, എന്നെ ഇറങ്ങട്ടെ? അമ്മേ, ഞാൻ ഇറങ്ങട്ടെ? എന്താ മോനെ ഇത്, ഒന്നും കഴിക്കാതെ പോയ എങ്ങനെയാ? അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോ മോനെ. മോന് ഞാനുണ്ടാക്കുന്ന കാപ്പി ഇഷ്ടല്ലേ? അതെ അമ്മേ, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. നിങ്ങൾ എന്ത് കരുതുമെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാ. ആക്ച്വലി എന്താണെന്നോ, ഈ വീട്ടിൽ നിന്ന് കുടിക്കുന്ന കോഫിയുടെ രുചി വേറെ എവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിന്റെ കൂടെ എനിക്കൊരു കോഫി കിട്ടുമല്ലോ, അതാ സന്തോഷം.
ഒരു മിനിറ്റ് ഇതാ വരുന്നത്. എത്ര നല്ല മോനല്ലേ. പാവം ഒറ്റയ്ക്കാണത്രേ. ദൈവം അതുകൊണ്ടാന്ന് തോന്നുന്നു അവനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇനിയും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോവും. എന്നുവെച്ചാ സീതയുടെ കാര്യന്നേ. സീതയെ കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാം. ശരി ശരിയാ. ഹായ്, ഹൗ ആർ യു? തന്നെ ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട്. വേണ്ട. ഹായ്, ഈ സാരിയില് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മാല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അടുത്ത വീട്ടിൽ അമ്മ തന്നതാ എനിക്ക്. ഞാനിതെന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ? സീതയോട് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാ അശോക് എന്നെ ഇങ്ങനെ കുഴപ്പിക്കുന്നതുകൊണ്ടാ. എനിക്കൊരു പേടിയില്ല, ഞാൻ സൂപ്പർ കൂൾ അല്ലേ. ഹേ റാം, ഹായ്. കുറെ നേരമായിട്ട് ഭയങ്കര ബിസിയാണല്ലോ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ലല്ലോ. നീ ഈ സാരിയിൽ എന്ത് സുന്ദരിയാണ്. അല്ലല്ല, തന്നെ ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ല, ആക്ച്വലി ഈ സാരി തനിക്ക് നന്നായി ചേരുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അത് പ്രിയ, ഈ ഡ്രസ്സില് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രാവിലെ തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ, ഇപ്പോഴാണോ പറയാൻ തോന്നിയേ? താങ്ക് യു. സീത ഫൈനലി പുതിയ വീട്ടിലേക്ക് മാറുക. എന്ത് അവസ്ഥയാണ്. സീതയോട് പറയുമ്പോ പ്രിയയോട് പറയുന്നു പൊട്ട. അല്ല, എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. ഹേ സീത, തന്നെ ഈ സാരി കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാറുന്നല്ലേ. എന്താ രാം, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന എന്താ? അതൊന്നുമില്ല. എനിവേ, ഹാപ്പി ദസറ. താങ്ക് യു. വിഷ് ദ സെയിം. താങ്ക് യു. ഒരു മിനിറ്റ്. എന്താ? തന്നെ ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു. അമ്മേ, അമ്മ ഉണ്ടാക്കിയ കോഫി കുടിച്ചപ്പോ ആഘോഷം സമ്പൂർണമായ പോലുണ്ട്. അമ്മേ, ഞാൻ വരട്ടെ കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ മോനെ. കുഴപ്പമില്ല അമ്മേ, മറ്റൊരു ദിവസം ഉറപ്പായിട്ടും വരാം. അച്ഛാ, പോയിട്ട് വരാവേ. പോയി വരും മോനെ. അമ്മേ, അനുഗ്രഹിച്ചാലും. ഓ, നന്നായി വരട്ടെ മോനെ. വേഗം കല്യാണം നടക്കട്ടെ. ബൈ സിഹി. അദ്ദേഹം ബൈ പറഞ്ഞത് കേട്ടില്ലേ? നീയും ബൈ പറയുമോളെ. എന്തിനിങ്ങനെ മടി കാണിച്ച് നിൽക്കുന്നേ? ഒന്നിനും മടി കാണിക്കുന്ന കുട്ടിയല്ലല്ലോ. ബൈ പറയുമ്പോളൂ. ബൈ പറ. അത് കുഴപ്പമില്ലമ്മേ, സാരമില്ല. അച്ഛാ, ഞാൻ പോയിട്ട് വരാവേ. അമ്മേ, ശരി അമ്മേ. എന്താ മോളെ അങ്ങനെയൊക്കെ ചെയ്തേ? എനിക്ക് അയാൾ ഇഷ്ടമേ അല്ല.
അതെന്താ മോൾ അങ്ങനെ പറയുന്നേ? അവര് മോളോട് എന്താ ചെയ്തേ? ഓ, അവർക്ക് താടിയുള്ളത് കൊണ്ടാണോ? മുത്തശ്ശനും താടിയുണ്ടല്ലോ മുത്തശ്ശി. നീ എന്തെങ്കിലും പുതിയ റൂളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നേ? താടിയുള്ള ആൾക്കാരെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ. ചില കുട്ടികൾ അങ്ങനെയാണെന്നേ. എനിക്ക് അതുകൊണ്ടല്ല, എന്തോ ഇഷ്ടമല്ല. എല്ലാരും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ നിനക്ക്? നീ വെറും പേരിന് മാത്രമുള്ള ഫ്രണ്ടാ, എനിക്ക് മനസ്സിലായി. എന്ത് പറ്റി? നീ തന്നെയല്ലേ പറയണ്ടേ? അത് അല്ല റാം, എല്ലാരെയും വിളിച്ച് സാരി നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ ഇത്ര നേരമായിട്ട്. ഞാൻ ആക്ച്വലി കുഴപ്പമില്ല. എന്റെ മോള് ഫോഴ്സ് ചെയ്തതുകൊണ്ടാ ഞാൻ സാരി ഉടുത്തോണ്ട് വന്നത്. നീ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ബട്ട് സ്റ്റിൽ ഈ ഓഫീസിലുള്ള എല്ലാരും പറയുന്നു സാരി നന്നായിട്ടുണ്ടെന്ന്. നീ മനഃപൂർവ്വം പറയാത്തതാണല്ലേ? ഭഗവാനെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാവ് അൺലോക്ക് ആവുന്നതാണല്ലോ. ഇവിടെ എന്തോ സംസാരിക്കാനേ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ തന്നോട് പറയാൻ വരുമായിരുന്നു, താൻ ഈ സാരിയില്. വേണ്ട, ഞാൻ ചോദിച്ചിട്ട് നീ പറയുന്നതിൽ ഒരു സുഖമില്ല. സീത മേഡം, ഓക്സിജൻ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പക്ഷെ ഓക്സിജൻ ഒന്നുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. നിനക്കിത് എന്താടാ പറ്റിയത്? ആക്ച്വലി ഞാനിത് പറയണമെന്ന് കരുതിയതാ. പക്ഷെ താൻ ഫ്രീ ആയിരുന്നില്ല. പറയണമെന്ന് കരുതിയപ്പോ പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു ഉദ്ദേശം വെച്ചാൽ അവരോട് അങ്ങനെ പറഞ്ഞു കേട്ടോ. താൻ ഒന്നും വിചാരിക്കരുത്. തന്നെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മോളെ, അവരെന്തൊക്കെ സഹായം ചെയ്യുന്നുണ്ടെന്നറിയോ? സീതമ്മ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനാ മോളെ. സത്യമായിട്ട് സീതമ്മേനെ അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? സീതമ്മയ്ക്ക് അവരെ ഇഷ്ടാണോ? ഇഷ്ടാണ്. ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സീതമ്മയ്ക്ക് വിഷമാവോ? എന്താ മോക്ക് ഇഷ്ടമില്ലാത്തെന്ന് കേക്കട്ടെ. ഒരു കാരണവും ഇല്ലല്ലോ. അതുപോലെ ഒരു കാരണവും ഇല്ലാതെ ആരും ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? സാറേ എന്താ സാറേ, സാറൊന്ന് പേടിപ്പിച്ചതാന്നാ കരുതിയേ. സാറ് പറഞ്ഞല്ല സത്യ. ആ കോർണറിലുള്ള വീട്ടുകാരാ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഈ ഭാഗത്തൊന്ന് ലിറ്റിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞ സാർ. അയ്യോ മണ്ട, ആ വീട്ടുകാരോട് ഞാൻ തന്നെയാടാ പറഞ്ഞത്. നിന്നെ പോലുള്ളവരും വേണം രാജ്യം വികസിക്കണമെങ്കിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നോക്ക്, ആ വീട് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു വന്നാൽ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് കൊടുത്തേര്. വെറുതെ ആലോചിച്ചോണ്ടിരിക്കണ്ട. ഓക്കെ, ഞാൻ വരട്ടെ. ശരി സാറേ. ഓഫീസിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നാൽ ആരാണ് സീത എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും താനാണെന്ന്. പേര് പോലെ ബ്യൂട്ടിഫുൾ ആണ് താൻ. ആണോ? സത്യമായിട്ടും നീയും എന്റെ മോളെ പോലെയാ പറയുന്നത് റാം. പൊട്ടൊരിച്ചിരി മാറിയാ മതി, സീതമ്മ എന്തൊരു ഭംഗിയാണെന്ന് പറയും. ഇന്നവള് ദൃഷ്ടിയൊക്കെ എടുത്തിട്ടാ വിട്ടത്. എന്റെ ഫ്രണ്ട് ദൃഷ്ടി എടുത്തതിൽ ഒരു തെറ്റുമില്ല. നീ എപ്പോഴും സിഹിയുടെ പാർട്ടിയാണല്ലോ. എന്നാലും താങ്ക് യു. യു വെൽക്കം.
സീതാരാമ കല്യാണം. സ്നേഹമാണെന്ന് മനസ്സിലാവാതെ തോന്നുന്നതാ യഥാർത്ഥ സ്നേഹം.